സന്ദീപ് വാര്യർക്കെതിരായ LDFന്റെ പത്രപരസ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ MCMC സെല്ലിന്റെ അനുമതി പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വാങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പ്രീ സർട്ടിഫിക്കേഷൻ വാങ്ങിയ ശേഷമാണ് പരസ്യം നൽകേണ്ടത്. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെയാണ് അനുമതിയില്ല എന്ന വാർത്ത കൂടി വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഒരു ദൃശ്യമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിലോ ഒരു പരസ്യം നൽകണമെങ്കിൽ അതിന് പ്രത്യേക അനുമതി, മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ നടപടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ള MCMC അഥവാ മീഡിയ സർട്ടിഫിക്കറ്റ് MCMC സെല്ലിന്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിലൊരു അനുമതി ഇല്ലാതെയാണ് ഈ പരസ്യം സുപ്രഭാതത്തും അതുപോലെ തന്നെ സിറാജിലും പ്രസിദ്ധീകരിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ കേൾക്കാൻ പറഞ്ഞോളൂ അഷ്കർ. ആ ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അത്തരം ഒരു കാര്യം കൂടി പുറത്തു വരുന്നത്. അഥവാ നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കാതെയാണ് LDF ഈ പരസ്യം നൽകിയിരിക്കുന്നത് എന്നതാണ്. സുപ്രഭാതത്തിൽ നൽകിയ പരസ്യത്തിൽ ഏറ്റവും അവസാന ഭാഗത്ത് കൃത്യമായി LDFന്റെ പരസ്യം എന്നുള്ള രീതിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ഇല്ലാതെയാണ് LDF ഈ പരസ്യം നൽകിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയുടെ ചിത്രം അടക്കമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഈ പരസ്യത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. മാത്രമല്ല പ്രതിപക്ഷം നേരത്തെ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. പരസ്യത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അതിനെതിരെ കൂടി വലിയ രാഷ്ട്രീയ ആയുധമാക്കി UDF ഇത് ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇന്ന് രാവിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ റിപ്പോർട്ടറോട് നടത്തിയ പ്രതികരണം തന്നെ അത്തരത്തിലൊന്നാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു പരസ്യത്തിന് അനുമതി നൽകിയത് എന്നുള്ള ചോദ്യമായിരുന്നു UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത്. അപ്പോൾ അനുമതി ഇല്ലാതെയാണ് ഇത്തരം ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചത് എന്ന് പറഞ്ഞാൽ അത് വലിയ വിവാദത്തിലേക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മറുഭാഗത്താണെങ്കിൽ ഈ പരസ്യത്തിൽ തന്നെ വലിയ തോതിൽ വിവാദമുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യമാക്കി കൊണ്ടാണ് ഇത്തരത്തിലൊരു ഇടതുപക്ഷ പ്രചാരണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. ആ പരസ്യത്തിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ആദ്യഘട്ടത്തിൽ സരിൻ തരംഗം എന്ന പേരിൽ സരിൻ്റെ വോട്ടഭ്യർത്ഥന ഇല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുമാണെങ്കിൽ അതിനുശേഷം പൂർണ്ണമായും സന്ദീപ് വാര്യരെ ഒരു പ്രചാരണം ആയുധമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷം ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഈ BJPയിൽ നിൽക്കുന്ന സമയത്ത് സന്ദീപ് വാര്യർ ഉപയോഗിച്ചുള്ള പ്രസ്താവനകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന, ഇത്തരത്തിലുള്ള പ്രസ്താവനകളടക്കം കൊടുത്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനാണോ SDPയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് LDFന്റെ ഈ പരസ്യം അവസാനിക്കുകയും ചെയ്യുന്നത്. അത് കൃത്യമായി ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുക എന്നുള്ള ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷം ആ പരസ്യം നൽകിയതെങ്കിൽ പോലും ഇപ്പോൾ ആ പരസ്യത്തിന് അനുമതിയില്ല എന്നുള്ളത് കാര്യവും മാത്രമല്ല ഈ പരസ്യത്തിന് ഫണ്ട് ചെലവാക്കിയത് പോലും RSS ആണ് ഇല്ലെങ്കിൽ BJP ആണ് എന്നുള്ള വിമർശനവുമായി സന്ദീപ് വാര്യർ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇടതുപക്ഷത്തെ ഈ വിഷയത്തിൽ കൂടി പ്രതിരോധത്തിലാക്കാനാണ് UDF ശ്രമിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എടുത്തത് ശരിയല്ല. ഒരു വിദ്വേഷ പ്രചാരകനെ ഏറ്റെടുത്തതിലൂടെ തെറ്റായ സന്ദേശമാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ ആയുധം അത് ഈ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം ഇടതുപക്ഷം പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവിക മണ്ഡലത്തിൽ അത് വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും വോട്ടർമാർക്കിടയിലും ഒക്കെ തന്നെ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകൾക്കിടയിലാണ് ഇപ്പോൾ ഇത് നിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. മീഡിയ സർട്ടിഫിക്കേഷൻ മൈനോറിറ്റി സെല്ലിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ പരസ്യം ഇപ്പോൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്മൃതി, ശരി. ഏതായാലും CPMന്റെ പ്രതികരണം, രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ വാർത്തയിൽ വരേണ്ടതുണ്ട്. സന്ദീപ് വാര്യർക്കെതിരായ LDFന്റെ പത്രപരസ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. MCMC സെല്ലിന്റെ അനുമതി പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വാങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പ്രീ സർട്ടിഫിക്കേഷൻ വാങ്ങിയ ശേഷമാണ് പരസ്യം നൽകേണ്ടത്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അഷ്കർ അലി നൽകിയിരിക്കുന്നത്.